സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നതോടെ വിവിധ മുന്നണികൾ തങ്ങൾക്കറിയാവുന്ന എല്ലാ തന്ത്രങ്ങളും മാറ്റി മാറ്റി പ്രയോഗിക്കുകയാണ്. കാരണം ഓരോ വോട്ടും അത്ര വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും ഒക്കെ ഉള്ള വോട്ട് അതെങ്ങനെ തട്ടിയെടുക്കാം എന്നാണ് ഇവർ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തട്ടിയെടുത്ത് പോക്കറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭരിക്കാൻ നേരത്ത് അവരുടെ തോന്നിയാസം അവർക്ക് ഭരിക്കാം. നാളെ മുതൽ ഇവരെ ഇങ്ങോട്ട് കാണുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ മൂല്യം നിശ്ചയിക്കാനാവാത്ത വോട്ട് എന്ന് പറഞ്ഞ സംഗതി അത് ഒരു പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ മെഷീനിൽ നമ്മൾ വോട്ടിംഗ് മെഷീനിൽ മാർക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം ശ്രദ്ധയോടെ അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ അപകടം എന്താണെന്നുള്ളത് കഴിഞ്ഞ 2 പിണറായി സർക്കാരുകൾ നമുക്ക് സൂചന തന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല 10-20 കൊല്ലം പിന്നോട്ടടിക്കാൻ പോലും കഴിഞ്ഞ 2 സർക്കാരുകൾ കൊണ്ട് പിണറായി വിജയന് സാധിച്ചു. അത് നമ്മളുടെ വോട്ടിന്റെ ബലത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം. സർവ്വമേഖലകളും കൊള്ളടിച്ചു. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പം ഈ കാറിളക്കി പന്നിയെ പിടിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ്. ഇവരെല്ലാവരും കാറിളക്കാണ്. കാറിളക്കി കഴിയുമ്പോഴത്തേക്കും എവിടുന്നാ വരുന്നതെന്ന് അറിയാതെ പന്നി പുറത്തേക്ക് ഓടും. അപ്പൊ പന്നിയെ ഷൂട്ട് ചെയ്ത് വീഴിക്കും. അപ്പൊ ഇങ്ങനെ പല പല ഇഷ്യൂസ് നമ്മളുടെ മുൻപിൽ കൊണ്ട് എറിഞ്ഞിട്ട് ഇതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നറിയാതെ ഒരു കൺഫ്യൂഷനിൽ കൊണ്ടു നിർത്തി നമ്മളുടെ വോട്ട് പിടിച്ചു വാങ്ങുക. എപ്പം ഏറ്റവും അവസാനം നമ്മളുടെ മുൻപിൽ കൊണ്ടുവച്ച ഒരു സംഗതിയാണ് ഈ FCRA ഫണ്ടുകളെ സംബന്ധിച്ച് ഉണ്ടാവുന്ന നിയമനിർമ്മാണവും അതിൽ വരുന്ന നിയമ ഭേദഗതികളെ സംബന്ധിച്ചുള്ള ചില കൺഫ്യൂഷനുകളും. നമ്മളുടെ ഇവിടെയുള്ള ജിഹാദി പത്രങ്ങളൊക്കെ അത് വലിയ വാർത്തയായി നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കും. എന്തോ വലിയ അപകടം വരാൻ പോവുകയാണ്, ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിന് എന്തോ വലിയ അപകടം വരാൻ പോവുകയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് സംഭാവനയായി ലഭിക്കുന്ന പണത്തെ സംബന്ധിച്ചുള്ള ചില നിയന്ത്രണങ്ങളെ സംബന്ധിക്കുന്ന ഒരു ആക്ടാണ്. അതിന്റെ മോഡിഫിക്കേഷനാണ് ഇതിവിടെ നടക്കാൻ പോകുന്നത്. അപ്പം അത് സാധാരണക്കാരനെ ഏതു തരത്തിലാണ് ബാധിക്കുക എന്ന് നമ്മൾ ആദ്യം ചിന്തിച്ച് നോക്കണം. കാലാകാലങ്ങളിൽ ടാക്സിനെ സംബന്ധിച്ചോ പണത്തെ സംബന്ധിച്ചോ ഇൻകം ടാക്സിനെ സംബന്ധിച്ചോ ഓരോ വർഷവും റെഗുലേഷൻസ് മാറി മാറി വരാറുണ്ട്. നമ്മൾ എപ്പോഴാണ് റിട്ടേൺ സമർപ്പിക്കേണ്ടത്, നമ്മൾ ഇൻകം ടാക്സ് സീലിംഗ് എവിടെയാണ്, ഏതൊക്കെ വരുമാനങ്ങളാണ് ഇൻകം ടാക്സ് ഉൾപ്പെടുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വരാറുണ്ട്. ആരും ഒരു ബഹളം ഉണ്ടാക്കാറില്ല. എല്ലാ വർഷവും ഇൻകം ടാക്സിന്റെ നിയമങ്ങൾ മാറി മാറി വരാറുണ്ട്. ആരും എന്തെങ്കിലും ബഹളം ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? ഒരു ബഹളം ഉണ്ടാക്കാറില്ല. ഇവിടെ ഇപ്പം ഇതും ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയന്ത്രണമാണ്. ആ നിയന്ത്രണം വരുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിൽ ഒരു ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചുള്ള സംഗതിയല്ല, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ബാധകമായി. മതത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല ഇത് രാജ്യത്തെ NGOസിനെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ലക്ഷക്കണക്കിനുള്ള NGOസിനെ ബാധിക്കുന്ന വിഷയമാണ്. അതിനകത്ത് നിന്ന് ഒരു ലെസ് ദാൻ ഒരു 5% മാത്രമാണ് മതവുമായി ബന്ധപ്പെട്ട NGOs വരുന്നത്. അപ്പൊ മതവുമായിട്ട് ബന്ധപ്പെട്ട NGOസിൽ തന്നെ ക്രിസ്ത്യാനികളുടെ NGOs പറഞ്ഞ് വളരെ കുറച്ച് NGOs മാത്രമാണ് വരുന്നത്. അപ്പം ഈ ക്രിസ്ത്യാനികൾ മാത്രം എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ സഭാപിതാക്കന്മാരെ ആരെങ്കിലും നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യം വന്നാൽ നിങ്ങളുടെ പള്ളി പിടിച്ചെടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സർവ്വസ്വത്തും പിടിച്ചെടുത്തുകൊണ്ട് പോകും. ഈ ആളുകളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പേടിപ്പിച്ച് നമ്മളുടെ പിതാക്കന്മാരിൽ നിന്ന് പ്രസ്താവനകൾ ഇറക്കിക്കുന്നതിൽ വിജയിക്കാൻ ശ്രമിച്ച ചില ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ നിയമത്തിലെന്ന് ആദ്യം നമ്മളും തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ നിയമത്തിലുള്ളത് വിദേശത്ത് വരുന്ന ഫണ്ടുകൾ, NGOs വരുന്ന ഫണ്ട്, NGO എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ് ആണ് സാധാരണ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നത്. കോൺട്രിബ്യൂഷൻസ് ആണ് സ്വീകരിക്കുന്നത്. കടമൊന്നുമല്ല, കോൺട്രിബ്യൂഷൻസ് ആണ്, സംഭാവനയാണ്, തിരിച്ചു കൊടുക്കേണ്ട സാധനമല്ല. അപ്പൊ അത് വാങ്ങിക്കുന്ന ഈ പൈസ അതിന് കൃത്യമായ കണക്ക് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കൃത്യമായ കണക്ക് സൂക്ഷിക്കണം. നമ്മൾ കത്തോലിക്കരൊക്കെ സംബന്ധിച്ച് എല്ലാത്തിനും കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്ന നമുക്ക് ഇതിനകത്ത് എന്ത് പ്രശ്നമുള്ളത്? കൃത്യമായി കണക്ക് സൂക്ഷിക്കണം. 2, ഒരു NGO സ്വീകരിക്കുന്ന പണം വേറൊരു NGOയ്ക്ക് കൈമാറാൻ പാടില്ല എന്നുള്ളതാണ് വേറൊന്ന്. അതായത് നമ്മളിപ്പോൾ ആദിവാസി മേഖലയിൽ ആദിവാസികൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ പണിയാൻ അല്ലെങ്കിൽ ഡിസ്പെൻസറി പണിയാൻ വേണ്ടി കൊണ്ടുവരുന്ന പൈസ അതെടുത്തിട്ട് നമ്മളിവിടെ നാട്ടിലെ ഒരു ഹോസ്പിറ്റൽ പണിയാൻ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പണം ജനറേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടി സ്റ്റാർ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതാണ് വേറൊരു ക്ലോസ് വരുന്നത്. ഒരു NGOയ്ക്ക് ലഭിക്കുന്ന പണം വേറൊരു NGOയ്ക്ക് കൈമാറാൻ പാടില്ല. നിശ്ചയമായിട്ടും കത്തോലിക്ക സഭയോടൊന്നും അത്രത്തെ പണി ചെയ്യുന്നവരല്ല. അതുകൊണ്ട് അവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല. 3, വാർഷിക റിട്ടേൺ സമർപ്പിക്കണം. ഇത് ഓരോ പണം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ബാധകമായ കാര്യമല്ലേ? ഞങ്ങളൊക്കെ വാർഷിക റിട്ടേൺ സമർപ്പിക്കുന്നവരാണ്. എന്റെ വീട്ടിൽ 5 പേരാണ്, 5 പേരും വാർഷിക റിട്ടേൺ സമർപ്പിക്കുന്നവരാണ്. അപ്പം എല്ലാവരും വാർഷിക റിട്ടേൺ സമർപ്പിക്കണം. അത് NGOസും സമർപ്പിക്കണം. അപ്പൊ അത് സമർപ്പിക്കണം. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവ് 20% ആയിട്ട് ചുരുക്കണം. ഇതുവരെ
പല NGOs-ഉം തീർച്ചയായിട്ടും നമ്മുടെ NGOs ആവാനൊരു സാധ്യതയില്ല. 50% അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവൊന്നും മാറ്റിവെക്കും. അതായത് വിദേശത്ത് നിന്ന് 1 കോടി രൂപ സംഭാവന ലഭിച്ചാൽ 50 ലക്ഷം രൂപയും അഡ്മിനിസ്ട്രേഷനുള്ള ചെലവാണ്. അതിന് കണക്കില്ല, ഒറ്റ ഹെഡാണ്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്, ആളുകൾക്ക് സഞ്ചരിക്കാനാണ്, മറ്റതിനാണ്, മറിച്ചതിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റിക്കളയും. എന്ത് പർപ്പസിനാണോ കൊണ്ടുവന്നത് അതിനുവേണ്ടി വെറും 50% മാത്രം ചെലവഴിക്കുന്നു. ബാക്കിയുള്ള അത് അത്രത്തോളം പറ്റില്ല, 20% പറ്റുള്ളൂ. ഇതാണ് വേറെ റെഗുലേഷൻ. നമുക്കറിയാം, സഭയൊക്കെ കൊണ്ടുവരുന്ന പൈസയെ സംബന്ധിച്ച് അത് 100% ഏത് പർപ്പസിനാണ് കൊണ്ടുവന്നത് ആ പർപ്പസിനാണ് ചെലവഴിക്കുക. വേറെ ഒരു തരത്തിൽ ഇത് വകമാറ്റി ചെലവഴിക്കുക എന്നുള്ളത് നമുക്കറിയാം. സഭയുടെ രീതികൾ അങ്ങനെയാണ്. പിന്നെ വേറൊന്ന് ലൈസൻസ് കാലാകാലങ്ങളിൽ പുതുക്കണമെന്നുള്ളതാണ്. ഇതും സാധാരണ കാര്യമാണ്. ഇതിനകത്ത് ഭയപ്പെടാൻ ഒരു കാര്യമില്ല. അപ്പം ഇതിനകത്ത് വരുന്ന വേറൊരു സംഗതി, ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടും. ഇനി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചാൽ താൽക്കാലികമായി ആ വസ്തു സർക്കാരിന്റെ കയ്യിലേക്ക് മാറും. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കാം പേടിപ്പിക്കുന്നത്. നിശ്ചയമായിട്ടും കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നത്, അല്ലെങ്കിൽ അതിന് മുൻപ് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരം റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. നമ്മൾ തിരിച്ചറിയണം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ കൊണ്ടുവന്നത് 262 കോടി രൂപയാണ്. അവർ 262 കോടി രൂപ എന്തിനാ ചെലവഴിച്ചത് നമ്മൾ കണ്ടില്ലേ. അവരും മറ്റും കരുതി വെച്ചോളൂ, വരുന്നുണ്ടാ നിന്റെ കാലൻ എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് കേരളത്തെ ഭീഷണിപ്പെടുത്താനും ജോസഫ് മാഷിന്റെ കൈവെട്ടാനും മാറാട് കലാപം സംഘടിപ്പിക്കാനൊക്കെയാണ് ഈ പണം ഉപയോഗിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അൽഫലാഹ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ചെങ്കോട്ട ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി ടർക്കിയിൽ നിന്ന് കൊണ്ടുവന്നത് 600 കോടി രൂപയാണ്. രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വിദേശത്ത് കൊണ്ടുവന്നത് 600 കോടി രൂപയാണ്. NGOs വഴിയാണ് കടത്തിക്കൊണ്ടുവന്നത്. നമ്മൾ ഓർക്കണം. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വലിയ കലാപം നടക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് കലാപവുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള വിദേശ ഫണ്ടുകൾ പല NGOs കൊണ്ടുവന്നത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെയുള്ള പണലഭ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്തരം റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആക്കുന്നത്. ഇത് നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ നമ്മളെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പിതാക്കന്മാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച പ്രസ്താവനകൾ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കേരളത്തിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതാണ്ട് 22,000 കോടി രൂപ വിവിധ NGOs ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതില് ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ പണവും കൊണ്ടുവന്നിട്ടുള്ളത് എന്നത് സത്യമാണ്. പക്ഷെ ക്രിസ്ത്യൻ എന്ന് പറയുന്നതിൽ കത്തോലിക്ക സഭ കൊണ്ടുവന്നത് ഇതിനകത്ത് വളരെ ചെറിയൊരു % മാത്രമാണ്. ഒരു പക്ഷേ 4/1 5/1 തുക മാത്രമാണ്. 22,000 കോടിയുടെ 4/1 5/1 തുക മാത്രമാണ് കത്തോലിക്ക സഭയുടെ പേരിൽ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ സംഗതിയെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് കൊടുക്കുന്നതിൽ സഭയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ട കാര്യമില്ല. സഭ ഇതിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു സംഗതി നമുക്ക് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ പേടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സഭ BJP നേതൃത്വം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ BJP നേതൃത്വം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുകയും ആ ബില്ലിന്റെ അവതരണം മാറ്റിവെക്കുകയും ചെയ്തു. ബില്ലിന്റെ അവതരണം മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിതാക്കന്മാരുടെ ആശങ്കകൾ എന്താണോ ആ ആശങ്കകൾ പിതാക്കന്മാരുമായി ചർച്ച ചെയ്ത് അത് പരിഹരിച്ച ശേഷം മാത്രമേ, അതിന് വേണ്ട കാര്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയ ശേഷം മാത്രമേ ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ബില്ല് അവതരിപ്പിക്കുകയില്ല എന്നല്ല. ഇന്നിപ്പോ ഓരോ ജിഹാദി പത്രങ്ങൾ തലക്കെട്ട് കൊടുത്തു, നിശ്ചയമായും വരും, കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ആളുകളെ പേടിപ്പിക്കുന്ന രീതി നോക്കണം. നിശ്ചയമായി വരും, കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോ എന്തോ വലിയ സാധനം വരുന്നല്ലോ, ഒരു സാധനം വരികയല്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമേ, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയ ശേഷമേ ഈ ബില്ല് വരികയുള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പിതാക്കന്മാരെ കണ്ട് അവർക്ക് കൊടുത്ത ഉറപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഈ അവസരത്തിൽ നമ്മൾ വേറൊരു ബില്ലിനെ കുറിച്ച് കൂടി ഓർക്കുന്നത് നല്ലതാണ്. വഖഫ് ബോർഡ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടായി. ഈ വഖഫ് ബോർഡ് ബില്ല് എന്ന് പറയുന്ന സാധനം നേരത്തെ ഇന്ത്യ തുടങ്ങുന്നതിന് മുൻപ് 1923 മുതൽ ചരിത്രമുള്ള ബില്ലാണ്. ആ ബില്ലിനകത്ത് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് മുസ്ലിങ്ങൾക്ക് ഏത് ഭൂമിയും വഖഫ് ഭൂമിയായി ക്ലെയിം ചെയ്യാം എന്നുള്ള ഒരു ക്ലോസ് കൊണ്ടുവന്നത്. പിന്നീട് മൻമോഹൻ സിംഗിന്റെ കാലത്താണ് അങ്ങനെ ഒരു ഭൂമി വഖഫ് ഭൂമിയായി അവര് ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി അവരുടേതായി ആ നിമിഷം തന്നെ മാറുമെന്നും അതിനകത്ത് താമസിക്കുന്നവരിൽ പിന്നെ ടാക്സ് വാങ്ങേണ്ടതും അവരതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. ഈ ബില്ലുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊന്നും കണ്ടില്ല കേട്ടോ വന്ന്. ഇത് നമുക്കൊക്കെ വരുന്ന നമ്മുടെയൊക്കെ തലക്കിട്ട് വന്ന് വീഴുമെന്നോ എന്തോ അവർ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചില്ലായിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണല്ലോ നമുക്കിട്ട് ഇങ്ങനത്തെ ഒരു പണിയെല്ലാം ചിലപ്പം വിചാരിച്ചു കാണും. പക്ഷെ പണി പാലുമ്പളത്ത് നമുക്ക് കിട്ടിയെന്ന് നമുക്കറിയാം. മുനമ്പത്ത് നമ്മളുടെ 600 വീടുകൾ, നമ്മളുടെ ആളുകളുടെ 600 വീടുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് വഖഫുകാർ ചൂണ്ടിക്കാണിച്ചത്. നല്ല വിലയുള്ള ഭൂമിയാണ്, നല്ല കണ്ണായ ഭൂമിയാണ്, നമുക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചു.
ഇത് ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം തന്നെ പിണറായി ഗവൺമെന്റ് പറഞ്ഞു ഇനി ഇപ്പൊ ടാക്സ് വാങ്ങണ്ട, കാരണം കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ച നിയമം അങ്ങനെയാണല്ലോ, വഖഫ് ഇത് ചൂണ്ടിട്ട് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെയാണ്, അവിടെ താമസിക്കുക ഇറങ്ങി അങ്ങ് പോയാൽ മതി. അവിടുത്തെ ആളുകൾ ഒന്നുമില്ലാത്തവരായി, വളരെ ചെറിയ ഭൂമി മാത്രമുള്ളവരാണ്. 600-600-ലധികം താമസക്കാരുണ്ട്. അതിനകത്ത് വേളാങ്കണ്ണി മാതാവിന്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയുമുണ്ട്, ഒരു ലത്തീൻ സഭയുടെ ഒരു പള്ളിയുമുണ്ട്. അപ്പൊ ഇവരെല്ലാവരുടെ സമരത്തിലിറങ്ങിയ സമയത്ത് അവിടെ പോയിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞു ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, മക്കളെ നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി കൂട്ടിന് നിന്നാരാണ്? BJPക്കാർ മാത്രമാണ് കൂട്ടിന് നിന്നത്. നമുക്കത് കാണേണ്ടി വരും. ഇതിനോടനുബന്ധിച്ച് ആ സമയത്താണ് വഖഫ് ബോർഡ് അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ വരുന്നത്. അപ്പൊ ഈ മുനമ്പം സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവിടുത്തെ താമസക്കാരുടെ സംരക്ഷണ സമിതി പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ കാണുകയും ഈ അമെന്റ്മെന്റ് ബില്ലിനകത്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൂടി ചേർക്കണമെന്ന് പറയുകയും അതനുസരിച്ച് വഖഫ് ബോർഡ് അമെന്റ്മെന്റ് ബില്ലിൽ മുനമ്പം വിഷയത്തിനും കൂടി ബാധകമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് നമ്മൾ ഓർക്കണം. ഇത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് ചെയ്തു തരുന്ന കാര്യമല്ല, അത് BJP മാത്രം ചെയ്തു തരുന്ന കാര്യമാണ്. ആ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് എല്ലാ പിതാക്കന്മാരോട് ചേർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ വലതുപക്ഷ MP-മാരോട് പറഞ്ഞായിരുന്നല്ലോ ആ ബില്ലിന് അനുകൂലമായി, ആ അമെന്റ്മെന്റ് ബില്ലിന് അനുകൂലമായി, മുനമ്പംകാർക്ക് സഹായകരമായി വരുന്ന ആ ബില്ലിന് അനുകൂലമായി ഒന്ന് വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെല്ലാം കൈകൂട്ടി പിടിച്ചവരുടെ മുൻപിൽ നിന്നില്ലേ? ഏതെങ്കിലും MP കേട്ടോ? ഇവിടുന്ന് 19 MP-മാരുണ്ടായിരുന്നു. 20 പേരാണ് കേരളത്തിനാകെ പോകുന്നത്. 19 പേര് വലതുപക്ഷത്തിന്റേതായിരുന്നു ബഹുഭൂരിഭാഗവും. 18 പേരും UDF-ന്റേതായിരുന്നു. ഒരുത്തൻ ഇടതുപക്ഷത്തിന്റേതും ഉണ്ടായിരുന്നു. ആരെങ്കിലും ബുക്ക് ചെയ്യും? എല്ലാവരും ആ അമെന്റ്മെന്റ് ബില്ലിനെതിരായി പിതാക്കന്മാരുടെ മുഖത്തടിക്കുന്നത് പോലെ, കാരണം കുറ്റിക്കടിക്കുന്നത് പോലെ അതിനെതിരായിട്ട് അവർ പിറ്റേ ദിവസം വോട്ട് ചെയ്തു. തലേന്ന് പറഞ്ഞതാണ്, പത്രദ്വാര പറഞ്ഞു, നേരെ വിളിച്ചു പറഞ്ഞു, ദയവായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം, പക്ഷേ മുനമ്പം ജനതയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന പിതാക്കന്മാരുടെ നിലവിളി കേൾക്കാതെ അവരുടെ മുഖത്തടിച്ചുകൊണ്ട് അവർക്കെതിരായി വോട്ട് ചെയ്തിട്ട് ഈ യോഗ്യന്മാരൊക്കെ ഇറങ്ങിപ്പോന്നു. ഇന്ന് നമ്മുടെ പിതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖരൻ അടുത്ത് ചെന്നു, ഈ ബില്ല് അവിടെ അവതരിപ്പിക്കരുത്, ഞങ്ങൾക്ക് ചില വിഷയങ്ങൾ ഉണ്ട്, ആ വിഷയങ്ങൾ കൂടി പരിഗണിച്ച ശേഷമേ ബില്ല് അവതരിപ്പിക്കാവൂ. അദ്ദേഹം അത് ഡൽഹിയിൽ നേതൃത്വം അറിയിച്ചു. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം ഉപയോഗിച്ച് അദ്ദേഹം ആ ബില്ല് അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ കഴിഞ്ഞു. ആ ബില്ലിന്റെ അവതരണം സ്റ്റോപ്പ് ചെയ്യിക്കാൻ കഴിഞ്ഞു. ഇനി കത്തോലിക്ക സഭയുടെ ആവശ്യങ്ങൾ എന്താണോ അത് പരിഗണിച്ച ശേഷം മാത്രമാണ് ആ ബില്ല് പാർലമെന്റിൽ വരിക. നമ്മളുടെ കൂടെ നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാനാവണം. കാടിളക്കി വെടിവെക്കാൻ നടക്കുന്ന യുവന്മാരെ നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ പുറകിൽ നിന്ന് കൈയിട്ട് നമ്മുടെ വോട്ട് അടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നമുക്ക് അറിയണം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ രാജ്യത്തെ, ഈ കേരളത്തെ തീരെഴുതി കൊടുക്കാൻ നിൽക്കുന്ന സതീശനെ നമ്മൾ തിരിച്ചറിയണം. ഈ നാട് കട്ടുമോട്ടിച്ച് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ വല്ലതുമുണ്ടെങ്കിൽ വീണ്ടും കക്കാൻ നിൽക്കുന്ന പിണറായി വിജയനെ നമുക്ക് കാണാൻ സാധിക്കണം. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായ ഈ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്നത് ആർക്കാണ്? അത് രാജീവ് ചന്ദ്രശേഖരന്റെ മാത്രമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.